പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത്. പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടലില്ല എന്നാണ് ADGPയുടെ റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിചയക്കുറവ് വീഴ്ചയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനന്തൻ, ബാഹ്യ ഇടപെടലില്ല എന്ന് പറയുന്നു. അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് മാത്രമാണോ ഈ പൂരം ഇത്രയും ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ മോശമായ സംവിധാനത്തിലൂടെ നടന്നു പോകാനുള്ള കാരണം? ആര്യ, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ തലയിൽ മുഴുവൻ കുറ്റവും കെട്ടിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ADGP MR അജിത് കുമാറിൻ്റെതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് ഇന്നലെയാണ് DGPക്ക് സമർപ്പിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടി എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ വിവരങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ പൂരം അലങ്കോലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ADGP MR അജിത് കുമാറിൻ്റെ കണ്ടെത്തൽ. മറിച്ച് ഈ പൂരം ഏകോപനത്തിൻ്റെ മുഴുവൻ സുരക്ഷാ ചുമതലയുടെയൊക്കെ മുഴുവൻ ചുമതലയും ഉണ്ടായിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനാണ്. അങ്കിത് അശോകന്റെ പരിചയക്കുറവും ഏകോപനത്തിലെ വീഴ്ചയുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ADGPയുടെ കണ്ടെത്തൽ. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ വ്യക്തമാകുന്ന സൂചന. അതിനൊപ്പം തന്നെ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അതും ഈ ചടങ്ങുകൾ അലങ്കോലപ്പെടുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. കോടതി ഇടപെടൽ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കോടതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പോലീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അതും ഒരു കാരണമായി കൂടുതൽ സുരക്ഷ ഒരുക്കിയത് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും പൂർണ്ണമായും സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. തൃശൂർ DIG അവിടെ ഉണ്ടായിരുന്നു. ADGP MR അജിത് കുമാറും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്കിത് അശോകന് പരിചയക്കുറവുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട 2 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ റിപ്പോർട്ടിൽ? നിലവിൽ വരുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തൃശൂർ പൂരം നടക്കുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ആണ് അതിൻ്റെ ഏകോപന ചുമതല വഹിച്ചത്. അതിന് മുൻപുള്ള മീറ്റിങ്ങുകളും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുത്തത് അങ്കിത് അശോകനാണ്. ഇതിനു മുൻപും തൃശ്ശൂർ കമ്മീഷണർമാരുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതിൽ ഒരു അങ്കിത് അശോകൻ വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഏകോപന മൊത്തം പാളിയതും പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മുടങ്ങിപ്പോകാനുള്ള കാരണത്തിലേക്ക് നയിച്ചതുമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹം തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ റേഞ്ച് DIGയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ രാത്രിയിലെ പ്രധാനപ്പെട്ട ചടങ്ങ് അലങ്കോലപ്പെടുന്നതിൽ മാത്രമല്ല, അത് അവിചാരിതമായി ഉണ്ടായ സംഗതിയല്ല. അന്ന് രാവിലെ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപൂരങ്ങളുടെ വരവ് നടക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ അനാവശ്യമായ പോലീസ് ഇടപെടൽ ഉണ്ട് എന്ന് ദേവസ്വം ഭാരവാഹികൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പൂരത്തിന് ആസ്വദിക്കാനെത്തിയ ആൾക്കാർ തന്നെ പോലീസിൻ്റെ കർശനമായ നിയന്ത്രണങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ മുതൽ ഒറ്റപ്പെട്ട എല്ലാ ചടങ്ങുകളിലും പൂരവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പോലീസിൻ്റെ അമിതമായ ഇടപെടൽ, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്കിത് അശോകന്റെ പരിചയക്കുറവ് മൂലമാണ് ഇത്തരം ഒരു പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ സമയത്ത് പാറമേക്കാവ് ദേവസ്വം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം, വനം വകുപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം അവർ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി. അതാണ് ഇങ്ങനെ ഈ രീതിയിൽ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം. വനം വകുപ്പിനെതിരെയായിരുന്നു ഈ പ്രത്യേകിച്ച് ദേവസ്വങ്ങളുടെ ഒരു പരാതി. അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ റിപ്പോർട്ടിൽ? അനന്തൻ, റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഉള്ള ഒരു പഴിചാരൽ മാത്രമാണ്, അതായത് ലോക്കൽ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള പഴിചാരൽ മാത്രമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ADGP MR അജിത് കുമാറാണ്. ADGP MR അജിത് കുമാർ ആ പൂരം നടക്കുമ്പോൾ തൃശ്ശൂരിലുണ്ടായിരുന്നു. അത്തരം ഒരു പരിചയക്കുറവ് മൂലമുള്ള പോലീസിന്റെ പാളിച്ചകൾ തുടക്കം മുതലേ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ADGP ആ സമയത്തൊന്നും ഇടപെടാതിരുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ റിപ്പോർട്ടിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. മാത്രമല്ല, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയാണ് ADGP അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് PV അൻവർ MLA ADGPയെ ചൂണ്ടിക്കൊണ്ട് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടായിരുന്നു എന്ന ഗൗരവമുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയെ സഹായിക്കാൻ വേണ്ടി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ഗൂഢാലോചന നടക്കുകയും മനഃപൂർവ്വം പോലീസ് ഇടപെട്ട് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്നുമായിരുന്നു ആരോപണം. ആ
ആരോപണം വന്നപ്പോഴും തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ഈ അന്വേഷണം ആ ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റിയില്ല എന്ന് മാത്രമല്ല ഇന്നലെ കൂടി മുഖ്യമന്ത്രിയുടെ ചോദ്യം വന്നപ്പോൾ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്ന MR അജിത് കുമാർ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. CPI അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയാണ്.